ഞാൻ ഇത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാനായിട്ട് വലിയ ഒരു ഇറക്കത്തിലേക്ക് വാഹനവുമായിട്ട് പോവുകയാണ്. ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വലിയ ഇറക്കങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് പേർക്ക് ആശങ്കയും സംശയമുള്ള ഡ്രൈവിങ്ങിൽ ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് മഴക്കാല സാഹചര്യങ്ങളിൽ ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ചവിട്ടി നമുക്ക് ഇറക്കങ്ങൾ ഓടിക്കണോ? വലിയ കുത്തനെയുള്ള ഇറക്കങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും റോഡിൽ വെള്ളത്തിന്റെ ഒരു ലെയർ ഉണ്ടാകും. കാരണം ഇറക്കങ്ങളിൽ എപ്പോഴും വെള്ളം താഴോട്ട് ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ചിലപ്പോൾ അവിടെ ചെളി ഉണ്ടാകാം, ചരലുകൾ ഉണ്ടാകാം. അപ്പോൾ വലിയ ഭീകരമായിട്ടുള്ള ഇറക്കങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എഴുതിയിടുക, സംശയങ്ങൾ എഴുതിയിടുക. ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതാണ്. അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒരു സപ്പോർട്ട് നൽകുക. ഞാൻ ഇത് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാനായിട്ട് വലിയ ഒരു ഇറക്കത്തിലേക്ക് വാഹനവുമായിട്ട് പോവുകയാണ്. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ വാഹനം ഇവിടെ തിരിയാണ്. ഇവിടെ ഇപ്പോൾ വീണ്ടും മുന്നിലായിട്ട് ഒരു പോസ്റ്റ് ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് തട്ടത്തില്ല, നമുക്ക് അറിയാതെ. അതുകൊണ്ടോ കൃത്യമായിട്ട് നമ്മൾ തട്ടാതെ നമ്മൾ വാഹനം തിരിച്ച് എടുത്തു. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ഇറക്കങ്ങളിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻജിൻ ബ്രേക്കിംഗ് ആണ്. എൻജിൻ ബ്രേക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എൻജിന്റെ ഒരു സപ്പോർട്ടോട് കൂടി, അതായത് എൻജിനെ ഒരു ബ്രേക്ക് ആയി കണക്ക് കൂട്ടി നമുക്ക് ഇറങ്ങണം. അപ്പോൾ എൻജിനെ എങ്ങനെയാണ് ബ്രേക്ക് ആക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഇപ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന സമയത്ത് ബ്രേക്ക് ഒന്ന് അയച്ച് നമ്മൾ ക്ലച്ച് ചവിട്ടി പിടിക്കുക, ബ്രേക്ക് ഒന്ന് അയക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി അനങ്ങി തുടങ്ങും. അനങ്ങി ചെറുതായിട്ട് തുടങ്ങുന്ന സമയത്ത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എൻജിൻ ബ്രേക്കിംഗ് കിട്ടും. എൻജിൻ ബ്രേക്കിംഗ് കിട്ടിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ വാഹനത്തിന് അമിത വേഗത ഉണ്ടാകത്തില്ല. നമുക്ക് സപ്പോർട്ടിനായിട്ട് ചെറിയ ബ്രേക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ റോഡിൽ ഇതുണ്ട്, ചെളിയുടെ അംശമുണ്ട്, വെള്ളത്തിന്റെ അംശമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ സ്ലോ ആയിട്ട് ഇറങ്ങാനും നമ്മുടെ വണ്ടിയുടെ ടയർ തെന്നാതെ നമുക്ക് ഇറങ്ങാനും കഴിയും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ബ്രേക്ക് ഒന്ന് അയക്കുന്നു, എന്നിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഉരുണ്ട് തുടങ്ങി കഴിയുമ്പോഴാണ് ക്ലച്ച് റിലീസ് ചെയ്ത് ഇതുണ്ടോ ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തത്തിലേക്ക് വന്നു. ഇപ്പോൾ എൻജിൻ ബ്രേക്കിന്റെ സപ്പോർട്ടോടുകൂടി ചെറിയ ബ്രേക്കും കൂടെ ചെയ്ത് കഴിഞ്ഞതുകൊണ്ടോ നമ്മുടെ വാഹനം വളരെ സേഫായിട്ട് ഒരു 10-15 കിലോമീറ്റർ സ്പീഡ് നമുക്ക് ബാലൻസ് ചെയ്ത് ഒരു പരമാവധി ഒരു 10 കിലോമീറ്റർ ഇതുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്ത് ഇതുപോലെ ഇറങ്ങാം. ഇനി വണ്ടി ഒന്ന് നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ പോലും ഇതുകൊണ്ട് നമുക്ക് ഈ ബ്രേക്കിനോടൊപ്പം ക്ലച്ച് അങ്ങോട്ട് ചവിട്ടി പിന്നെ കൂടുതലായിട്ട് ബ്രേക്ക് ചെയ്താലും വണ്ടി നിർത്താം. ഒരു കാരണവശാലും വണ്ടി തന്നെ ഇതിലിപ്പോൾ എതിരെ ഒരു വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ സൈഡ് ഒതുക്കിയതുകൊണ്ട് നമുക്ക് ആ വാഹനത്തെ കയറ്റി വിടാനായിട്ട് കഴിയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എൻജിൻ ബ്രേക്കിംഗ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ബ്രേക്കിംഗ് ഒഴിവാക്കുക. ഇപ്പം നിങ്ങൾ നോക്കിയ ബ്രേക്ക് അയച്ച് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിന്റെ പിടുത്തത്തിലേക്ക് വന്ന് ഞാനിങ്ങനെ വാഹനം ബ്രേക്ക് ഒന്ന് ബാലൻസ് ചെയ്ത് ഇറങ്ങുകയാണ്. എന്നിട്ട് ഞാൻ പൂർണ്ണമായിട്ട് ബ്രേക്ക് അയച്ചിട്ട് വണ്ടി അങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ ഒറ്റ ചവിട്ടിയുള്ള ബ്രേക്കിംഗ് പരമാവധി ഒഴിവാക്കുക. ഈ പെട്ടെന്നുള്ള നമ്മൾ ഹാർഡ് ബ്രേക്ക് ചവിട്ടിയാലുള്ള ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി ചിലപ്പോൾ എഞ്ചിൻ അടിച്ച് ഓഫായി പോകാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഈ ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നമാണ്. ബ്രേക്കിനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റിയറിങ്ങിനെയൊക്കെ ബാലൻസ് ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം. ഓവർ ബ്രേക്ക്, അതായത് അമിത ബ്രേക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി അവിടെ എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. അങ്ങനെ സിറ്റുവേഷൻ വരുന്ന എപ്പോഴാണ് നമ്മൾ വണ്ടി നിർത്തുമ്പോഴല്ലേ ഹാർഡ് ബ്രേക്കിംഗ് ചവിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിയിട്ട് കൂടുതൽ ചവിട്ടിക്കും. അപ്പം നമുക്ക് വാഹനത്തെ ഇതുപോലെ സേഫായിട്ട് നിർത്താം. അല്ലാതെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഒറ്റ ചവിട്ടി അങ്ങനെ വാഹനത്തെ നിർത്താനായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടെ എതിരെ ഒരു വാഹനം വരുന്നുണ്ട്, ഞാൻ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുകൊണ്ട് ഒതുക്കിയാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ ആ വാഹനം പോയി. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടി നമുക്ക് വാഹനത്തെ ഇതുകൊണ്ട് നിർത്തുന്നതിൽ തെറ്റില്ല. കാരണം ഓൾറെഡി നമ്മൾ പതുക്കെയാണ് വന്നത്, ഒരു ശകലം നേരം വണ്ടി നിർത്തിയാൽ മതി. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല. ഇതുകൊണ്ടോ ആ വാഹനം പോയി. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഞാൻ ക്ലച്ച് റിലീസ് ചെയ്യുന്നു, ബ്രേക്ക് അയച്ച് ക്ലച്ച് റിലീസ് ചെയ്ത് വാഹനം നീങ്ങി. അതായത് വേഗത കുറച്ച് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുത്തനെയുള്ള ഇറക്കങ്ങളിൽ ഒരു കാരണവശാലും ഇതുണ്ട്, ബ്രേക്ക് അയച്ചിട്ട് സ്പീഡ് കൂട്ടി നിങ്ങൾ ഡ്രൈവ് ചെയ്യരുത്. പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് നമുക്ക് വാഹനം ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. കാരണം റോഡിൽ ചിലപ്പോൾ ചെളി ഉണ്ടാകാം. നമ്മൾ ചവിട്ടുന്ന അളവ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, വണ്ടിയുടെ ടയർ
തെന്നി വാഹനം എന്ത് ചെയ്യും, ചിലപ്പോൾ ഇടത് സൈഡിലേക്ക് പോകാം അല്ലെങ്കിൽ വലത് സൈഡിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം, വേഗത കുറച്ച് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഒരു കാരണവശാലും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് മാത്രം ബാലൻസ് ചെയ്തുകൊണ്ട്, അതായത് ഇങ്ങനെ ചിലർ ഇറങ്ങും, ഇതേ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയിട്ടുണ്ട്, എന്നിട്ട് ബ്രേക്ക് ഇതുപോലെ ബാലൻസ് ചെയ്ത് കുത്തനെയുള്ള ഇറക്കങ്ങൾ ചിലപ്പോൾ കിലോമീറ്റർ ദൂരം താഴെ വരെ ഇറങ്ങി വരേണ്ട സാഹചര്യം വരും. ഒരു കാരണവശാലും നിങ്ങൾ മലമുകളിൽ നിന്നുള്ള ഇറക്കങ്ങൾ ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ദീർഘദൂരം ഇറങ്ങരുത്. ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എൻജിൻ ബ്രേക്കിൻ്റെ സഹായമില്ല. നമുക്ക് ആകെ കൂടെ ഉള്ള ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ബ്രേക്ക് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ബ്രേക്ക് ചവിട്ടി ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഹീറ്റായിട്ട് പ്രത്യേകിച്ച് മഴയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രേക്ക് പാഡിൻ്റെ ഏരിയകൾ അതുപോലെ തന്നെ ടയറിൻ്റെ പല സ്ഥലങ്ങളിലും ഒക്കെ വെള്ളത്തിൻ്റെ അംശങ്ങളുണ്ടാവും. നമുക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടാനായിട്ടുള്ള സാധ്യത ഒരുപാട് കുറവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ദീർഘദൂരമുള്ള ഇറക്കങ്ങളിൽ ചുമ്മാ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് മാത്രം ചവിട്ടി ഇറങ്ങരുത്. നമ്മൾ എന്ത് ചെയ്യണം, എൻജിൻ ബ്രേക്കിൻ്റെ സഹായം തേടുക. അതായത് ഇതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തവും ബ്രേക്കുമായി. അപ്പം നമുക്ക് ബ്രേക്ക് എന്ന് പറയുന്നത് ഓവറായിട്ട് ചവിട്ടേണ്ടതായിട്ടില്ല, ആവറേജ് നമ്മൾ ചവിട്ടി കൊടുത്താൽ മതി. അതുകൊണ്ട് നിങ്ങളത് നിർബന്ധമായിട്ട് ഡ്രൈവിങ്ങിലൊന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5ാമത്തെ പോയിന്റാണ് പറയുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വാഹനം ഇതുപോലെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മുന്നിലായിട്ട് ഇറക്കങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കി, ഇവിടുന്ന് അത്യാവശ്യം താഴോട്ട് ഇനിയിപ്പോൾ ഇറക്കം തുടങ്ങുവാണ്. ഭീകര ഇറക്കമല്ല, എന്നാലും അത്യാവശ്യം ഇറക്കമാണ്. ഇങ്ങനെയുള്ള ഇറക്കം വരുമ്പോൾ ചിലരെന്ത് ചെയ്യും, വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരിക്കും വണ്ടിയുടെ ഗിയർ ഇതുപോലെ ന്യൂട്രാക്കിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് മാത്രം ചവിട്ടിക്കൊണ്ട് ഇറങ്ങുന്ന ഈ രീതി, ഇത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമുക്കിവിടെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്, പക്ഷേ ഇവിടെ ബ്രേക്കിന് മാത്രമേ പിടുത്തുള്ളൂ. ഇങ്ങനെ ദീർഘദൂരം ഇറങ്ങാനായിട്ട് പാടില്ല. ഇവിടെ നമുക്ക് ഓവർ യൂസ് വരുന്നത് എന്താണ്, ബ്രേക്കാണ്. അപ്പോൾ ദീർഘദൂരമുള്ള ഒരു ഇറക്കം നമുക്ക് ലാഭിക്കാനായിട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടി ബ്രേക്ക് ഹീറ്റാവും. നിങ്ങൾ കഴിഞ്ഞിടയ്ക്കുണ്ടായ അപകടങ്ങളൊക്കെ വാൽപ്പാറ ദുരന്തമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അവിടെയൊക്കെ ഗിയറിൽ ഇറങ്ങാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് ഒരു ഗിയറിൽ ഇറങ്ങിയിട്ടും പോലും വാഹനത്തിന് ബ്രേക്കിൻ്റെ പിടുത്തം ഓവറായി കഴിയുമ്പോൾ ബ്രേക്ക് കിട്ടാതെ വരും. അപ്പം നമ്മൾ ന്യൂട്രൽ അടിച്ചിട്ട് ഇതുപോലെ ബ്രേക്ക് ബാലൻസ് ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ബ്രേക്ക് കിട്ടാത്ത സാഹചര്യം വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ഒരു ഗിയറിൽ ഇറങ്ങുക. ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൻ്റെ പിടുത്തത്തിലാണ് വരുന്നത്. ഞാൻ ബ്രേക്ക് ചെയ്യുന്ന അയച്ചാൽ പോലും ഇതുണ്ടോ, സെക്കൻഡ് ഗിയറിൻ്റെ ഒരു പിടുത്തമുണ്ട്. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, സപ്പോർട്ടിന് ചെറിയ രീതിയിൽ ബ്രേക്ക് കൊടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഞാനിവിടെ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ചെറിയ ഇറക്കമാണ്, ചെറിയ ഇറക്കം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അത്യാവശ്യം നല്ല ഇറക്കമാണ്. അതുകൊണ്ട് ക്ലച്ച് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഗിയറിൻ്റെ പിടുത്തത്തിലേക്ക് വന്നു. ഇപ്പം നിങ്ങൾ നോക്കി, ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഉണ്ടോ പിടിച്ചു പോകുന്നത്. ഞാൻ ബ്രേക്ക് പോലും ചവിട്ടിയിട്ടില്ല, പക്ഷേങ്കിൽ വണ്ടിക്ക് എഞ്ചിൻ പിടുത്തമുണ്ട്. അപ്പം നമ്മൾ ഇതിനോടൊപ്പം ഉണ്ടോ പതിയെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ബ്രേക്കും കൂടെ ചവിട്ടി കഴിഞ്ഞാൽ എഞ്ചിൻ പിടുത്തവും ബ്രേക്കുമായി. ഇത് സേഫായിട്ട് നമ്മളെ ഇറക്കങ്ങളിൽ ഇറക്കാനായിട്ട് ഇത് സഹായിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, 6ാമത്തെ ഒരു പോയിന്റും കൂടെ പറയാം. നമ്മൾ നിർബന്ധമായിട്ടും ഇറക്കങ്ങളിലൂടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മഴക്കാലത്ത് എപ്പോൾ എവിടെ ഏത് റോഡിലൂടെ ഏത് സാഹചര്യങ്ങളിലൂടെയും ഡ്രൈവ് ചെയ്യുമ്പോൾ ഫ്രണ്ട് വിൻഡ്ഷീൽഡ് നിങ്ങൾ ക്ലീൻ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഫ്രണ്ട് വിൻഡ്ഷീൽഡിലൂടെയാണ് നമ്മളുടെ കാഴ്ചയുള്ളത്. അതുകൊണ്ട് കാഴ്ച നമുക്ക് ക്ലിയർ ആയിട്ട് ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഫ്രണ്ട് വിൻഡ്ഷീൽഡ് നിങ്ങൾ മസ്റ്റായിട്ട് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് AC ഫ്രണ്ട് വിൻഡ്ഷീൽഡിലേക്ക് കിട്ടുന്ന പരുവത്തിനാക്കി ഇടുക. AC കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നിങ്ങൾ പരിഹരിച്ച് മഴക്കാലത്ത് AC നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. കാരണം നമുക്ക് ഫ്രണ്ട് വിൻഡ്ഷീൽഡിലും സൈഡ് ഗ്ലാസ് ഏരിയകളിലൊക്കെ മിസ്റ്റ് ഫോം ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തോന്നിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എഴുതിയിടുക, സംശയങ്ങൾ എഴുതിയിടുക. ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ആയിട്ട് ചെയ്തിടുന്നതാണ്. അതുപോലെ തന്നെ മറക്കാതെ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒരു സപ്പോർട്ട് നൽകുക. അപ്പോൾ നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക.